ഹലോ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങളെയും കൂടി കാണിക്കുക. അവിടുത്തെ വിശേഷങ്ങളെന്ന് ഓർത്തു. നമ്മൾ ഗുരുവായൂർ അമ്പലനാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒത്തിരി വഴിയോര കാഴ്ചകളുണ്ട്. അപ്പം അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. കുട്ടിക്കാലം ഭയങ്കരമായിട്ട് ഓർമ്മ വരും. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു സമയമാണ്. നമ്മൾ എൻട്രി ആയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ബാക്ക് സൈഡിലാണ് എൻട്രി ആയിട്ടുള്ളതെന്ന്. കുറേ മുന്നേ വന്നത് കൊണ്ട് ആർക്കും തന്നെ അറിയില്ലായിരുന്നു ഏത് സൈഡിൽ കൂടെയാണ് വരേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഒരുങ്ങാനൊന്നും സമയം കിട്ടിയിട്ടില്ല. പെട്ടെന്ന് തന്നെ അങ്ങ് പോരുന്നു. എനിക്കെൻ്റെ മുഖം കണ്ടറിയാൻ ഞാൻ ഒന്ന് കണ്ണു പോലും എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഗുരുവായൂരപ്പനെ കണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള മൈൻഡിലാണ് കേട്ടോ പോകുന്നത്. എന്തോ മനസ്സിന് ഭയങ്കര സമാധാനവും സന്തോഷവും ഉള്ള ഒരു സമയമായിരുന്നു കേട്ടോ അവിടെ ഉള്ള കുറച്ച് സമയം. അപ്പം നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്താണ് അവിടുത്തെ ഒരു ക്യൂ കണ്ടത്. ഇത് അവിടെ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്, അവരെ ക്യൂ ആണെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോയി. ഇത്രയും ആൾക്കാരുണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ഉള്ളിൽ കയറിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളൊരു എന്താ പറയുക കോൺഫിഡൻസ് നമുക്ക് പോയി അവിടെ എത്തിയ സമയത്ത്. അത്രയ്ക്കും തിരക്കായിരുന്നല്ലോ. അപ്പം നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നു. ഫ്രണ്ടിൽ വന്ന് ഫ്രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. നന്നായിട്ട് തന്നെ പ്രാർത്ഥിച്ചു. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് ഉള്ളിലോട്ടൊന്നും കയറേണ്ട ആവശ്യമില്ല. നമ്മളെപ്പുറം തന്നെ ഗുരുവായൂരപ്പനുണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ അനുഗ്രഹം കിട്ടി സത്യം പറഞ്ഞാൽ. പിന്നെ അവിടെ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ഞാനൊരു കുഞ്ഞു കൃഷ്ണനെ വാങ്ങി. എനിക്ക് ഇങ്ങനെ കൃഷ്ണൻ്റെ വിഗ്രഹം, ഗണപതിൻ്റെ വിഗ്രഹം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് ആനപ്പന്തിയിൽ പോകണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. കുറേ മുന്നെയാണ് നമ്മൾ ആനപ്പന്തി പോയിട്ടുള്ളത്. ഞാൻ ചെറുപ്പത്തിൽ പോയിട്ടുള്ളതാണ്. അപ്പം അന്ന് ആനേനെ കുളിപ്പിക്കുന്നതും അങ്ങനെ ആനേനെ തൊടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മയിൽ ഈ പ്രാവശ്യം എനിക്ക് പോകണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ ഇതാ നടക്കുകയാണ്. ഇവിടെ ടിക്കറ്റൊക്കെ ഉണ്ട്. കുഞ്ഞുനാളിൽ വന്നപ്പോൾ അറിയില്ലായിരുന്നു ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ. ഇപ്പോൾ ടിക്കറ്റൊക്കെ ഉണ്ട്. ചെറിയ പൈസയേ ഉള്ളൂ, 25 റുപ്പീസേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു മസാല ദോശ കഴിക്കാൻ വേണ്ടി അവിടെ തന്നെ ഉള്ളൊരു കടയിൽ കയറി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ആനപ്പന്തിയിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. അപ്പം അവിടെ നമ്മൾ ഫസ്റ്റ് തന്നെയുള്ള ഒരു ആനയാണത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എഴുതിയതൊക്കെ വായിച്ചു. അവിടെ നമ്മൾ ആനേൻ്റെ അടുത്ത് അധികം നിൽക്കരുത്, ചിലപ്പോൾ അത് നമ്മളെ ഉപദ്രവിക്കുന്നുള്ള രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ആന നമ്മളൊന്നും ചെയ്യൊന്നുമില്ല, എന്നാലും നമ്മൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആനകളുണ്ട് കേട്ടോ. ചെറുതും വലുതുമായിട്ട് ഒരുപാട് ആനകൾ അവിടെ ഉണ്ട്. എനിക്ക് ആനകളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഉത്സവത്തിനാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഒക്കെ ആനേനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. നിങ്ങളിൽ പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അവിടെയുള്ള എല്ലാ ആനകളെയും നമ്മൾ ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ഈ ഒരു ആനേനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്തോ പേടിയായി. അവർ അതെടുത്തിട്ട് എൻ്റെ മേത്തേക്ക് എറിയുമോ അങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെന്തോ പേടിയായി. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോ ആനകളെടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ആനേനെ നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ പെട്ടത്. എന്തോ ഒരു ഭംഗിയുള്ള ഒരു ആന കേട്ടോ. എനിക്ക് അവിടെ എല്ലാ ആനേനെയും ഇഷ്ടമായിട്ടുണ്ട്. എനിക്കെന്തോ പക്ഷേ കണ്ടതിൽ വെച്ചിട്ട് കുറച്ചും കൂടെ ഈ ഒരു ആനേനോടൊരു ഇഷ്ടം തോന്നി. അതിൻ്റെ തുമ്പിക്കൈയും കൊമ്പും അതുപോലെ ചെവിയും ഒക്കെ കാണാൻ ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. അപ്പം ഈ ഒരു ആനേനെ അതിൻ്റെ ആൾക്കാർ, ആനപ്പാപ്പന്മാർ കുളിപ്പിക്കുകയായിരുന്നു. അപ്പം എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ അതിനെ കണ്ടിട്ട് ഒന്ന് തൊടണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം മനസ്സിൽ തോന്നി കേട്ടോ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അതിൻ്റെ കൂടെയുള്ള ആൾ നമ്മളോട് ചോദിച്ചു ആനേനെ തൊടണമെന്ന് ചോദിച്ചു. അപ്പോൾ ഒത്തിരി സന്തോഷമായി. പിന്നെ നമ്മൾ വേണ്ടാന്ന് പറയില്ലല്ലോ. അപ്പം പോയിട്ട് നമ്മൾ തൊട്ടു. പക്ഷേ ആഗ്രഹം ഒത്തിരി ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അതിനെ തൊടാൻ പോയ സമയത്ത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ. ഞാൻ ഒന്ന് പേടിച്ച് നിൽക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റുമായിരിക്കും. എന്നിട്ട് ഞാൻ ആനേനെ തൊട്ടു, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ഇങ്ങനെ ബാക്കിയുള്ള ആനകളെയും കൂടി കാണാനുള്ള മൈൻഡിൽ ഇങ്ങനെ നടന്നു. അങ്ങനെ നേരത്തെ കുളിച്ചിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ട ആനയാട്ടോ അത്. അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ചിങ്ങനെ നടക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ ഒരു കുളമുണ്ട്, ചെറിയൊരു കുളമുണ്ട്. അപ്പോൾ അത് കാണാൻ പോയി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആനപ്പന്തിയിലെയും നമ്മളെ ഗുരുവായൂർ പോയ വിശേഷങ്ങൾ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഫ്രം ട്രെൻഡി ടീൽസ്.